ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു പട്ടോട തയ്ക്കാൻ പോകട്ടോ. കൈത്തയ്യലാണ്, കുഞ്ഞിൻ്റെ മോളുടെ പട്ടോടയാണ്. നമുക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഏജിലുള്ള കുട്ടിക്ക് വേണ്ടുന്ന പട്ടോടയാണ് തയ്ക്കുന്നത്. അപ്പോൾ മെഷീനില്ല, കൈത്തയ്യൽ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിൽ ആഗ്രഹം ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും തയ്ച്ചെടുക്കണം എന്നുള്ളൊരു ഇതല്ലേ, ആ ഒരു അവസ്ഥ നിൽക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു, വളരെ നാൾക്ക് ശേഷം ഞാനെങ്കിൽ അളവെടുക്കാനൊന്നും നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും എന്താ പറയുക, പഠിച്ചിട്ടില്ലെങ്കിലും തുണിയുടെ അളവൊക്കെ നോക്കി അല്ലാണ്ട് തയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഴയ ചെറിയൊരു ഓർമ്മ വെച്ചുകൊണ്ട് ഞാനങ്ങ് തുടങ്ങി. അങ്ങനെ 2-3 ദിവസം എടുത്തു കേട്ടോ, തയ്ച്ചെടുക്കാൻ വേണ്ടി 2-3 ദിവസം എടുത്തു. അങ്ങനെ ഞാൻ കുറച്ചൊരു 3-4 ദിവസം കൊണ്ട് അതിനിടെ കൂടെ പനി പിടിച്ചു. പിന്നെ എന്താ പറയുക, DLEDന് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും, എഴുതാനൊക്കെ ഇരിക്കണം. പിന്നെ ഇത് നമുക്ക് ആ ഒരു മൂഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പേടിയായിപ്പോയി. അങ്ങനെ ഒരു രാത്രി കൊണ്ട് കുത്തിയിരുന്ന് കംപ്ലീറ്റ് ആക്കി അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ നല്ലൊരു സെറ്റിൻ്റെ പാവാടയാണ് ഞാൻ എടുത്തത്. അതിന് പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും തയ്ച്ചു കഴിഞ്ഞാൽ മതി പറഞ്ഞിട്ടിരിക്കുമായിരുന്നു ഞാൻ ചിന്തിച്ചത്. ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ തയ്ക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ബുദ്ധിമുട്ട്, കൈത്തയ്യൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും കഴുത്തൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. എങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. എന്താ പറയുക, എനിക്കൊരു തൃപ്തിയുണ്ട്, ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തൃപ്തിയുണ്ട്. ആഗ്രഹം, ആ ഒരു വളരെ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലാകുമ്പോൾ ഒരു ബ്ലാക്ക് കളർ നൂലുണ്ടായിരുന്നു, സൂചി ഉണ്ടായിരുന്നു. പിന്നെ ഈ തുണികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് നോക്ക്, കഴുത്തൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. നേരത്തെ ഇതിനകത്ത് എന്തൊക്കെ ഒരു തരം തുണിയൊക്കെ വരും, എൻ്റെ പേരെല്ലാം ഞാൻ മറന്നു കേട്ടോ. കഴുത്ത് തയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു തുണിയൊക്കെ വെക്കുമായിരുന്നു, അതെല്ലാം മറന്നു, ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കൈ വെട്ടാൻ, അതും ഞാൻ അളവൊന്നും പ്രത്യേകിച്ചെടുത്തില്ല, ഒരു ഊഹത്തിന് വെച്ച് വെട്ടുക. എൻ്റെ കയ്യിൽ നിന്ന് കത്രിക ആണെങ്കിൽ കുഞ്ഞ് കത്രിക കേട്ടോ, അത് അല്ലേ പറയുക, ഉള്ളത് കൊണ്ട് അങ്ങ് തുടങ്ങിയതാണ് ഞാൻ. ഇതിന് വലിയ കത്രിക കൊണ്ടൊക്കെ ഷേപ്പിന് വെട്ടിയെടുക്കാനും സമയവും പെട്ടെന്ന് എടുക്കാൻ സമയലാഭത്തിനൊക്കെ വലിയ കത്രിക തന്നെ വേണം തുണി വെട്ടാൻ. ഈ കത്രിക കൊണ്ട് വെട്ടി അതിൻ്റെ ഇതങ്ങ് പോയി, അതിൻ്റെ മൂർച്ചയൊക്കെ അങ്ങ് പോയി. ഇപ്പം പാവാടൊക്കെ ഉണ്ട്, പ്ലേറ്റ് നമ്മുടെ ആ ഒരു ഞുറു എടുത്തിട്ട് ഞാൻ പതുക്കെ കൈത്തയ്യലും കൊണ്ട് ഇങ്ങനെ തയ്ച്ച് ഞുറു സെറ്റ് ചെയ്യും കേട്ടോ. ഇച്ചിരി ഞുറു കൂടുതലെടുത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പട്ടുപാടയുടെ ഞുറു കൂടുതൽ കിടക്കുന്നത്, തേച്ചിട്ടുന്നത്. ആ ഞുറു തേച്ച് അടുക്കി തേച്ചിട്ട് പിന്നെ അത് പട്ടുപാട അങ്ങോട്ട് ഇടുമ്പോൾ നല്ല വിരിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതൊന്നും നമ്മൾ പെൺകുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരിലല്ലേ നമ്മളത് പയറ്റി നോക്കുന്നത്, ഡ്രസ്സൊക്കെ ഉണ്ടാക്കി. ഇത് നോക്കി ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, എല്ലാവരും എന്താ പറയുക നല്ലതാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തോട്ടും കാണാം.